ഇത് രാവിലെ ഉണ്ടാക്കിയ മുരിങ്ങച്ചീരയാണ്. ഇത് അവിടെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ച് അവിടെ ഇരിക്കും, 2 ദിവസം കഴിയുമ്പോൾ എടുത്ത് കളയും. അതുകൊണ്ട് ഇതുകൊണ്ട് ഞാനൊരു ഐഡിയ കാണിച്ചു തരാം. ഇത് ഞാൻ ദോശ മാവ് കേട്ടോ. ദോശ മാവിലേക്ക് ഇതൊന്ന് മിക്സിയിലിട്ട് ഒരടി അടിച്ചിട്ട് നമ്മളിത് ഈ മാവിലേക്ക് ഇട്ടങ്ങ് കലക്കിയാൽ മതി. ദോശയുടെ കൂടെ ദോശ ഒരു വെറൈറ്റി ദോശയാകും. ഈ സാധനം അങ്ങോട്ട് തീരുകയും ചെയ്യും. വെറുതെ കളയാണ്ട് ഇത് മുരിങ്ങച്ചീരയല്ലേ, നമ്മുടെ ശരീരത്തിൽ പിടിച്ചോളുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കളയാണ്ട് ഇങ്ങനെയുള്ള പൊടിക്കൈയൊക്കെ ചെയ്ത് നോക്ക്. ഇതൊന്നും വേസ്റ്റ് ആവില്ല. ഞാൻ ഇടയ്ക്ക് ഇത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ബീഫോ ചിക്കനൊക്കെ ബാക്കിയുണ്ടെങ്കിൽ പുട്ടിൽ തേങ്ങാപ്പേരേൻ്റെ കൂടെ പുട്ടിലൊക്കെ ഇട്ടുണ്ടാക്കും കേട്ടോ ഇടയ്ക്ക്. അങ്ങനെ ഇത് ഞാനത് ഒരു വിധമൊന്നും വേസ്റ്റാക്കി കളയില്ല. നമ്മുടെ ദോശമാവ് റെഡി ആയിട്ടുണ്ട്. ഇതിന് കറി നല്ല തേങ്ങ ചമ്മന്തിയും ബീഫ് ഫ്രൈയും ആക്കാമെന്ന് വെച്ചു. അപ്പോൾ എങ്ങനെയുണ്ട്? കുറച്ച് എണ്ണ ഒഴിച്ച് ബീഫ് ഫ്രൈ ആയതുകൊണ്ട് ഞാൻ ഈ ഇറച്ചി മസാല മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ, മല്ലിപ്പൊടിയൊന്നും ചേർക്കുന്നില്ല. കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് കടുകും പെരുംജീരകവും ഇട്ട് പൊട്ടിച്ചിട്ട് ഈ കറി മസാല ഇട്ട് നല്ലോണം അതിൻ്റെ പച്ചമണം മാറുമ്പോൾ ഞാൻ അതിൻ്റെ ഇറച്ചി വേവിച്ച വെള്ളം ഊറ്റി കളഞ്ഞു കേട്ടോ. എന്നാലേ അത് വേഗം നമുക്ക് നല്ല ഡ്രൈ ആയിട്ട് കിട്ടുള്ളൂ. കുറച്ച് തേങ്ങയും കൊത്തിയിട്ട് അപ്പം നമുക്കതിനൊരു ചമ്മന്തി ഉണ്ടാക്കാം. തേങ്ങ, കാന്താരി, ചെറിയുള്ളി, ഉപ്പ്, കുറച്ച് പൊട്ടുകടല. അപ്പം നമ്മൾ ആ ബീഫിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് നല്ലോണം ഇട്ട് കൊടുത്തരാം കേട്ടോ, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച്. ഞാൻ ആദ്യം കുറച്ചിടും, പിന്നെ കുറച്ചും കൂടെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ കുറച്ചിടും. അങ്ങനെ കേട്ടോ ഞാൻ കുരുമുളക് പൊടി ഒറ്റയടിക്ക് ഞാൻ ഇടില്ല. അങ്ങനെ നമ്മുടെ ചട്നി റെഡിയായി. ബീഫ് ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ തേങ്ങാ ചട്നി. ഇനി നമ്മുടെ ദോശ ഉണ്ടാക്കാം നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് കേട്ടോ, നന്നായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. മുരിങ്ങച്ചീര എന്നല്ല, സാധാരണ നമ്മളെ ചീരത്തോരനായാലും ഒന്നും വെറുതെ കളയണ്ട, ഇങ്ങനെ ചെയ്ത് നോക്ക്. നമ്മുടെ ബീഫ്